നാം തിരുവചനം പരിശോധിക്കുമ്പോൾ വായിക്കുമ്പോൾ അനേകർ ഓടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ ന്യൂ ടെസ്റ്റ്മെന്റ് വരെയും നമ്മൾ വായിക്കുമ്പോൾ അനേകർ ഓടി. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരെല്ലാം ഓടിയത്? ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഓടി. പിന്നെ ആർക്കും ലോട്ട് ഓടി. പൗലോസ് ഓടിയില്ലേ? അങ്ങനെ അനേകർ ഓടിയതായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 18:2 ജെനസിസ് ചാപ്റ്റർ 18:2 ഒന്ന് വായിച്ചാൽ. എളുപ്പം വായിക്കണം. അവൻ തലമുക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരമധ്യത്തിൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിക്കുന്നു. നിലം വരെ കുനിഞ്ഞു. യജമാനെ എന്നോട് പറയുന്നുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അപ്പോൾ കൂടാരത്തിന്റെ വാതിക്കൽ നിൽക്കുമ്പോൾ 3 പുരുഷന്മാർ വാതിക്കൽ നിൽക്കുന്നവരുണ്ട്. കുടുംബമായിട്ട് ആ കൂടാരം ഉണ്ടെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂടാരവാദത്തിൽ നിന്ന് ദൈവികമായ ആ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുകയും ആ ദൈവം ചെയ്തതായ അത്ഭുതങ്ങളെ വിളികളൊക്കെ ഓർക്കുകയും ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുരുഷന്മാർ ആ 3 ദൈവികമായ ആ ബുദ്ധന്മാർ 3 പേരെ നിൽക്കുമ്പോൾ ഓടിച്ചു. അതാണ് വായിച്ചു കേട്ടത്. നിലം വരെ കുനിഞ്ഞു എന്നിട്ട് നമസ്കരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആ പുരുഷന്മാരെ അവർക്ക് വേണ്ടി അവരുടെ കാലുകൾ കഴുകുന്നു, അവർക്ക് ആഹാരം തയ്യാറാക്കി കൊടുക്കുന്നു, രുചികരമായ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു. അതിനുശേഷം ആ ദൂതന്മാർ അബ്രഹാമിനെ അനുഗ്രഹിച്ചു വിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ പറ്റണം. ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തതായ വലിയ അനുഗ്രഹം എന്താണ്? ആ വലിയ അനുഗ്രഹം ദൈവം ഒരു മകനെ അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത മകനെ അവർക്ക് വേണ്ടി മകൻ ഉണ്ടാകുമെന്ന് അവർക്ക് വേണ്ടി അവരോട് പറയുക. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആരാണ് അബ്രഹാമിനെ? ഐസക്, ഇസഹാക്ക്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ വരുന്നത്, ദൈവസന്നിധിയിൽ നമ്മളെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന എപ്പോഴും ആ വചനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതും ശരണപ്പെടുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്ന അപേക്ഷയ്ക്ക് ദൈവം ഒരിക്കലും അത് മുടക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം അവരുടെ ജീവിതത്തിൽ വളരെ വയസ്സ് ചെന്നിട്ടും സംഭവിക്കാത്ത അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു കൊടുത്തു. അതിനവർ സന്തോഷിച്ചു. അബ്രഹാം ഓടി. എങ്ങോട്ടോടി? ഓടിച്ചത് പുരുഷന്മാരുടെ അടുത്ത് നിന്ന് നിലം മരക്കും തന്നെ താഴ്ത്തി അത് സ്വീകരിച്ചു. വേണ്ടതായ ആഹാരങ്ങൾ കൊടുത്തു. ദൈവീ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കണവയായിത്തീരുന്നു. ദൈവത്തിന് മഹത്വം. പിന്നെ ഓടിയതായ ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. ലോത്തും കുടുംബവും. ലോത്തും കുടുംബവും ഓടി. പിന്നെ എളുപ്പം പറയാം, റിബേക്ക ഓടി. പിന്നെ റാഹേൽ ഓടി. പിന്നെ ഓടി. ഇതിൻ്റെ കൂടി ആരൊക്കെയാണ് ഓടിയത്? മഹത്വം. യാക്കോബ് ഓടുന്നു, ഏശാവ് ഓടുന്നു, പിന്നെ ദാവീദ് ഓടുന്നു. പിന്നെ ആരാ ഓടുന്നു? എലീശ ഓടുന്നു. എലീശ പ്രവാചകൻ ഓടുന്നു. അല്ലേ? മന്ദിരക്കാർക്ക് മറിയ ഓടുന്നു. പത്രോസും യോഹന്നാനും ഓടുന്നു. പിന്നെ ആരും ഓടുന്നു? ചുങ്കക്കാരൻ മക്കായി ഓടിയില്ലേ? ചുങ്കക്കാരൻ മക്കായി ഓടി. പിന്നെ ആരോടി? പത്രോസും യോഹന്നാനും ഓടി. അങ്ങനെ പൗലോസ് ഓടി. ഞാൻ അനേക വ്യക്തികളെ കുറിച്ച് ഓടിയതായിട്ട് കാണും.
ചിലരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ സന്തോഷമോർത്ത് ദൈവിക അരുളപ്പാടനുസരിച്ച് അവർ മുന്നോട്ട് ഓടും. ഈ ലോകത്ത് അനേക ഓടുന്ന വ്യക്തികളുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പ് മുതൽ ഓടുകയാണ്. അവരോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത്? ഒരു രാത്തില്ല, ഒരു ലക്ഷ്യമില്ല, ഒരു പ്രത്യാശയില്ല, ഒന്നുമില്ലാതെ ഓടുന്നത്. ചോദിച്ചാലൊന്നും അറിയത്തില്ല. എല്ലാവരും ഓടുന്നു, ഞാനും ഓടുന്നു. എന്തിനു വേണ്ടി ഓടുന്നു? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് ഓടുക. ആരും പുറകോട്ട് ഓടുക, എന്തിനും മുന്നോട്ട് ഓടുന്നില്ല. ദൈവമക്കളായി നമ്മൾക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ് ആ പ്രത്യാശ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ മുഖാമുഖമായി കാണുന്നത് പ്രത്യാശ. ആ ലക്ഷ്യത്തിലേക്ക് നാം ഓടുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 4-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞെരുക്കത്തിൽ നിന്ന് എന്നെ ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു, ഞെരുക്കങ്ങളെ മാറ്റി എന്നെ വിശാല സ്ഥലത്താക്കി. 118-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരോടാണ് പറയുന്നത്, അതിൻ്റെ പ്രാർത്ഥന കേട്ടു, ഞെരുക്കത്തിൽ നിന്നെ വിളിച്ചു, എന്നെ ഹൃദയത്തെ വിശാലം. നമ്മൾ വിടേണ്ടതിനെ വിട്ട്, വർജിക്കേണ്ടതിനെ വർജിച്ച്, ഭാരവും പാപവും വിട്ട്, വിടേണ്ടതിനെ വിട്ട്, പിന്തിനുള്ളതിനെ മറന്ന് വിളിയുടെ പരമവിളിയുടെ ലാത്തിലേക്ക് അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ, ഓടുന്ന മുമ്പായിട്ട് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതാണ്. നമ്മെ തന്നെ ശുചീകരിച്ചു, വസ്ത്രം അലക്കി, വസ്ത്രം ധരിച്ച് ഇല്ലേ ആ വിരുന്നിലേക്ക് നമ്മോ വിശുദ്ധീകരിച്ച് വെച്ചോണം. ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ മാത്രമാണ് ദൈവ വഴികളിൽ ഓടാൻ പറ്റുമെന്ന് ഇടയാക്കി. 118-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവ വഴികളിൽ എന്നെ ഓടിപ്പോകണം. അങ്ങനെ ഓടണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശാലമാകണം. വിശാലമാകണമെങ്കിൽ ഞെരുക്കവും ഇടുക്കവുമുള്ള ആ വേദനയൊക്കെ മാറണം, പാപഭാരം മാറണം, വിടേണ്ടതിനെ വിടയണം, വർജിക്കേണ്ടതിനെ വർജിക്കണം. മഹത്വം. ഓരോരുത്തരുടെ കാര്യം പറയുന്നത് വളരെ സമയങ്ങളെടുക്കും. എന്നാലും ചില കാര്യങ്ങൾ പറയാൻ പറ്റണം ഞാൻ ആഗ്രഹിക്കുകയാണ്. റിബേക്ക ഓടി. സ്തോത്രം. റിബേക്ക ആരാണ്? റിബേക്ക ഐസക്കിന്റെ ഇസഹാക്കിന്റെ അബ്രഹാമിന്റെ എത്രാമത്തെ വയസ്സിലാണ് ഇസാക്ക് ഉണ്ടാകുന്നത്? 100-ാമത്തെ വയസ്സിൽ. വാർത്തക്ക് നേരത്തെ ഉണ്ട്. 100-ാമത്തെ വയസ്സിലുള്ള ഏകമകനായ ആ ഇസഹാക്കിന് വേണ്ടി അന്യ പുരുഷന്മാരെ അന്യ ജാതികളിൽ ചെന്ന് എടുക്കാതെ എൻ്റെ മകന് വേണ്ടി ഒരു മകളെ എടുക്കണമെന്നുള്ളത് അബ്രഹാമിൻ്റെ ആഗ്രഹം. കുഞ്ഞുങ്ങൾ വേർപെട്ടു പോകാതെ, അന്യജാതിയിൽപ്പെട്ടു പോകാതെ, ദൈവഭയമില്ലാത്ത അടുക്കൽ പോകാതെ, മാതൃയില്ലാത്തവരുടെ അടുക്കൽ പോകാതെ, ദൈവഭക്തി അല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ ചാർച്ചക്കാരിൽ നിന്ന് ഒരു മകനെ എടുക്കുവാൻ തൻ്റെ ദാസനായ ലേയാസിനെ എവിടേക്ക് വിടുന്നു? മെസൊപ്പൊത്താമിയയിലേക്ക് പറഞ്ഞു. അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിനെ നമുക്കറിയാം. അബ്രഹാമിന്റെ സഹോദരൻ, നാഹോറിന്റെ കൊച്ചുമകൻ. നാഹോറിന്റെ ഒരു മകനായിരുന്നു ആര്? കൊച്ചുമകനായിരുന്നു ബഥൂവേൽ കണ്ടിട്ടുണ്ട്. ബഥൂവേലിന്റെ മകൻ, ദൈവത്തിന്റെ മഹത്വം. ആ മകനെ ഇരയാസായ വേണ്ടി കടന്നു പോകുന്ന തൻ്റെ ദാസനായ ആ പിതാവിൻ്റെ ഏബ്രഹാമിൻ്റെ ആ വാക്കനുസരിച്ച് ദൈവം അബ്രഹാമിനോട് അറിയിച്ചു ചെയ്തു. അതുപോലെ അക്കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതനുസരിച്ച് പോയി ഈ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ ചെല്ലുന്നു. ആ ഭവനത്തിലേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അബ്രഹാം പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ റെബേക്ക വെള്ളം കോരുവാനായിട്ട് ഒരു കിണറ്റിൻ്റെ അരികെ വരികയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ആ കാര്യങ്ങളൊക്കെ
തൻ്റെ കൂടെയുള്ളവർക്ക് ഒട്ടകങ്ങൾക്കൊക്കെ വെള്ളം കോരി കൊടുക്കണം, കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇഷ്ടംപോലെ വെള്ളം കോരി കൊടുത്തു. കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇന്നാരാണെന്നൊക്കെ പറഞ്ഞു, തൻ്റെ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. കെട്ടിപ്പിടിച്ചു അസന്തോഷ വാർത്തയോർത്ത് അവത്തിലേക്ക് ഓടിച്ചെന്നു. തൻ്റെ സഹോദരനായ തൻ്റെ കുടുംബത്തോടും ലാവാനും ഒക്കെ വിവരം പറഞ്ഞു. അവരും ഓടി വന്ന്, ലാവാനും ഓടി വന്ന് വിവരങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് തൻ്റെ ദാസനെ കളിച്ചിരിക്കുന്നു. പിന്നെ നോക്കുക, എന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നല്ല ആലോചന പറഞ്ഞു കൊടുക്കുകയും അവരെ ദൈവവചനത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ, അവരെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ അവർ ആ വഴികളിൽ തന്നെ ദൈവ വഴികളിൽ തന്നെ ഓടുവാനാക്കിയിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ദൈവ വഴികളിൽ ഓടണമെങ്കിൽ ഹൃദയ വിശാലമായി റാഹേലോടി അടുത്ത റാഹേലോടുന്നു. ആരെ എതിരേൽപ്പാനാണ് ഓടിയത്? യാക്കോബിനെ. ഏശാവും യാക്കോബും രണ്ട് സഹോദരങ്ങളാണ്. യാക്കോബിനെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു ചുംബിച്ച് ആലിംഗനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ആ ഭാഗങ്ങളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പറ്റുന്നതാണ്. അതെല്ലാം ജെനിസിസിൽ തന്നെ. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 12-ാം ഭാഗത്തിലാണ് റാഹേൽ ഓടിയതായിട്ട് കാണുന്നത്. റെബേക്ക ഓടിയത് 24:28 ജെനിസിസ് 24:28 നമുക്ക് കാണാൻ കഴിയുന്നു. അബ്രഹാം ഓടിയത് ജെനിസിസ് 18:2 കാണാൻ കഴിയുന്നു. റാഹേലിനെ പറ്റി പറയുമ്പോൾ റാഹേൽ യാക്കോബിനെ സ്നേഹിച്ചു. യാക്കോബിൻ്റെ ആ ഉറച്ച തീരുമാനം. റാഹേൽ സുന്ദരിയും മനോഹരമായിരുന്നു. യാക്കോബിനെ വിവാഹം ചെയ്യിക്കാൻ ഇടയാക്കിയിരുന്നു. സ്തോത്രം. അപ്പോൾ ചില വർഷങ്ങളൊക്കെ കഴിഞ്ഞു. തൻ്റെ ഭാര്യമാരെയും മക്കളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എതിരായി ഒരു ശത്രു വരുന്നു. സഹോദരൻ ഏശാവ് കടന്നു വരുന്നതുകൊണ്ട് ഏശാവ് കൂട്ടമായിട്ട് കടന്നു വരുമ്പോൾ യാക്കോബ് എന്താണ് ചെയ്യുന്നത്? മൂത്ത സഹോദരൻ ഏശാവ് ഏശാവ് ഇങ്ങനെ വരുമ്പോൾ ഏശാവ് ഓടി വരുന്നു. ഓടി വന്ന് തൻ്റെ സഹോദരനെ കണ്ടപ്പോൾ യാക്കോബിനെ കണ്ടപ്പോൾ ഓടി വന്ന് വർഷങ്ങൾക്ക് ശേഷം ആനന്ദിച്ചു. വളരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ജെനിസിസ് 33:4 വായിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ പറ്റുന്നു. ഒരു പായസ നിമിത്തം ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ട ആ കാര്യം നമുക്കറിയാം. അതിനുശേഷം അവർ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നു, വിവാഹം കഴിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വീണ്ടും കാണുവാൻ പറ്റുന്നതിടയായിട്ടുള്ളത്. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നിമിത്തം ചിലർ മിണ്ടാതിരിക്കുന്നുണ്ട്, അനേക വർഷങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട്, ദിവസങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറിപ്പോകുന്നവരുണ്ട്. സഭാവിശ്വാസികളിൽ പോലും ദൈവത്തിൻ്റെ ഇടയിൽ പോലും അല്പമായ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി മാറിപ്പോക്കാൻ കണ്ടാൽ മുഖം പോലും കൊടുക്കാറുണ്ട്. എന്നാൽ ഏശാവ് ഓടി വന്ന് യാക്കോബിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചാണ്. അത് പറഞ്ഞതിന് ശേഷം ഇരുവഴിക്ക് അവർ പോകും, ഇരുവഴിക്ക് തിരിഞ്ഞു പോകും. ലോകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ജീവരക്ഷയ്ക്കായി അവർ ഓടിപ്പോകുന്നു എന്നുള്ളത്. അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനാണ് ലാബാൻ. അപ്പോൾ ലാബാനല്ല സഹോദരൻ്റെ കുടുംബമാണ്. ലോത്തും കുടുംബവും ഓടിപ്പോകുന്നു. ലോത്തും കുടുംബം അബ്രഹാം പറയുന്നുണ്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. രണ്ട് വഴിക്ക് തിരിഞ്ഞു. അങ്ങനെ കടന്നു പോകുമ്പോൾ സോദോമിൽ ചെന്ന് പാർത്തു. ലോത്തും കുടുംബവും വളരെ സമ്പത്തുണ്ടായി, വളരെ സമ്പത്ത്, ആടുമാടുകൾ, വസ്തുക്കൾ എല്ലാം ഉണ്ടായി. ദൈവങ്ങളുടെ പ്രത്യക്ഷനാഥനോട് പറയുകയാണ്, ഞാൻ ഈ സോദോമിനെ നശിപ്പിക്കുവാൻ പോകുന്നു. എനിക്ക് ജീവരക്ഷ ഉണ്ടെങ്കിൽ പർവ്വതത്തിലേക്ക് പർവ്വതമാണ് പർവ്വതത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ ലോകത്തുണ്ടാ പറയുന്നത്, എനിക്ക് ഓടുവാൻ പ്രയാസമായി, പർവ്വതത്തിലേക്ക് ഓടുവാൻ പ്രയാസമാണ്. പിന്നെ അടുത്ത് സോവറുണ്ട്, അവിടേക്ക് ഞാൻ പോകും. ഓക്കെ, നീ അവിടേക്ക് പോകുക. അങ്ങനെ അവിടെ പോയിട്ട് വസ്തുക്കളും എല്ലാം സമ്പാദിച്ചു. ഒടുവിൽ സോദോമിലെ ജനം വളരെ പാപം ചെയ്ത് വളരെ ദുഷ്ടന്മാരായിട്ട് ജീവിക്കുന്നു. ദൈവം ആ സോദോമിനെ നശിപ്പിക്കുവാനായിട്ട് ഉടനെ ദൈവം പ്രത്യക്ഷനായി ലോകത്തിനോട് എന്താണ് പറയുന്നത്?
ഞാൻ കാണിപ്പാൻ ദേശത്തേക്ക് നീ പോകാം, ഈ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം. ഓടിപ്പോയി എന്ന് വായിക്കുന്നുണ്ട്. ജെനസിസ് 19:17 വായിക്കുമ്പോൾ പോകുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ആ ലക്ഷ്യം വെച്ച് നിങ്ങൾ ഓടണം. ഇന്ന് ആ പാട്ടുകൾ പാടി നമുക്ക് വളരെ അനുഗ്രഹം. നമ്മളൊരു പാട്ടിപ്പോൾ മുമ്പ് പാടി അത്ര അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. ലോത്തും ഭാര്യയും രണ്ട് മക്കൾ. പക്ഷേ ആ തങ്ങളുടെ സ്വതന്ത്രിൽ സമ്പാദിച്ച വസ്തുക്കളെല്ലാം ഓർക്കുന്നു. ഭാര്യയ്ക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ആഗ്രഹം. അവൾ തിരിഞ്ഞു പുറകോട്ട് ഒരു പുതുവിനായി പോകാൻ പറ്റുന്നത്. ലോത്തും രണ്ട് മക്കളും ഓടി രക്ഷപ്പെട്ടു. നോക്കുക, ഭാര്യയ്ക്ക് സംഭവിച്ചു. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ചത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് അതാരെങ്കിലും ഇത്ര വലിയ ആ സംഭവം ഇനിയൊരു ഉപ്പുതൂണാക്കി, എന്തിനധികം ഉപ്പുതൂണാക്കി എന്നും ആ തൂണ് വല്ല കട്ടിയുള്ള കരിങ്കല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ അങ്ങനെ ഇത് ഉപ്പന്തോ മഴ പെയ്തപ്പോൾ അതിന് അരിഞ്ഞു പോയി. ഇതൊന്നും പ്രത്യേകിച്ചില്ല. നോക്കണം, ഇത് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ആ വിശദമായിട്ട് അവിടെ ബലികത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യാക്കോബ് സഹോദരനായ ഏശാവിനെ വിട്ട് തിരിച്ച് ഓടിപ്പോകുമ്പോൾ ദൈവം അവരോട് യാക്കോബിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം അങ്ങനെ പറയുമ്പോൾ അവരുടെ ഇടയിൽ ചില അന്യദേവന്മാരെ സേവിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ യാക്കോബിലെ കൂട്ടം അന്യദേവന്മാരെ സേവിക്കുന്നവർ, സ്വർണവും വെള്ളിയും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ധരിക്കുന്നവര്, കാതിൽ കുറുക്കുള്ളവര്, ഇതിനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളെ തന്നെ സൂക്ഷിച്ചിരിക്കണം. ഓടുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഇടയിലുള്ള മൂർത്തികൾ അന്യദേവന്മാരെ നീക്കണം, കാതിനെ തുണുക്കുകൾ നീക്കണം. എല്ലാവരും അതുകൊണ്ടൊന്ന് യാക്കോബിനെ കൊടുത്ത് യാക്കോബിനെ ശേഖരിച്ചു വെച്ചില്ല, അല്ലെ ബാഗിലിട്ടില്ല. എന്ത് കൊടുത്തു? എവിടെ കുഴിച്ചിട്ടു? ഒരു കരുവേല ചുവട്ടിൽ കുഴിച്ചിട്ടു. എന്നിട്ട് യാത്ര ഉപേക്ഷിക്കണം, വർദ്ധിക്കേണ്ടതിനെ വർദ്ധിക്കണം. എങ്കിൽ മാത്രമേ ദൈവ വഴികളിൽ ദൈവകൽപ്പനകളിൽ ശരിയായി ഓടുവാൻ തക്കണം ഇടയാക്കിയിരിക്കും. മുന്നിലുള്ള പ്രശ്നങ്ങൾ മാറുവാൻ തക്കണം ഇടയാക്കിയിരിക്കും. അത് ചെറിയ ചെറിയ മാനസിക ഓട്ടത്തിൽ തടസ്സമായിരിക്കുന്ന ഓട്ടത്തിൽ നമ്മൾ വിട്ടു, എന്നാൽ അത് നമ്മെ വിടാതെ ചിലപ്പോൾ ഇരിക്കും. അത് വിട്ടെങ്കിലും ചിലപ്പോൾ നമ്മളത് വിടാതെ. അങ്ങനെയല്ല, നമ്മുടെ ഓട്ടത്തിൽ നാം സ്ഥിരതയോടെ ഓരോ സോറി സ്ഥിരതയോടെ ഓട്ടം വിധിച്ച് വിശ്വാസം കാത്തു നീതിയുടെ എനിക്ക് പിന്നെ ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ പറയുകയാണ്, ആ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് നീതിയുടെ ജീവിതം നിങ്ങൾക്ക് കൂടെ അത് ലഭിക്കും. രണ്ട് കാര്യങ്ങൾ ദാവീദ് ഫെലിസ്തരുടെ മുമ്പാകെ ഓടുന്നു. ശത്രുക്കളായ ഫെലിസ്തർ നേരെ വരുന്നു, അടക്കി നേരെ ഓടി എന്ന് ഉറപ്പായിരുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യത്തിൽ നമുക്ക് എഴുതുന്നു. 1 ശമൂവേൽ 17:48. യുദ്ധം അതിൻ്റെ കൈവശം വാളില്ല, അതിനൊക്കെതായ ഒന്നുമില്ല. അവന് ശൗലിൻ്റെ ഇതെല്ലാം ധരിച്ചുകൊണ്ട് വാള് അവൻ എന്നെക്കൊണ്ട് എണ്ണാൻ പറഞ്ഞു. ഓടി കയ്യിൽ ഒരു കവണയും അതിൽ കുറെ ഉണ്ടാകും. എന്താണ് പറയുന്നത്? കവണ. അത് 5 എന്തെടുത്തു? 5 കല്ലെടുത്ത് 2 കവണയിൽ വെച്ച് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിന്റെ മകനാ ഫിലിസ്ത്യ ഗോലിയാത്തിന്റെ നേരെ വരുന്നു. നെറ്റിക്കൊണ്ടു അതിന് ഓടിച്ചു. അവന്റെ വാളെടുത്ത് ദൈവത്തിലെ യുദ്ധം ദൈവ വഴികളിൽ ദൈവത്തിന്റെ അകപ്പാടനുസരിച്ച് നേരെയുള്ള ഭാവിയിൽ വഴിയും സത്യമായ ജീവനുമായ നമുക്ക് ഉദ്ദേശിക്കാം. നമുക്ക് ആ പാതയിൽ കൂടെ പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ അകപ്പാടനുസരിച്ച്
നാം മുന്നോട്ട് പോകുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഇടയാക്കിയിരുന്ന ദൈവത്തിന് മഹത്വം സ്തോത്രം. എലീശ ഓടി, ഏലിയാവിൻ്റെ പുറകെ ഓടി എലീശയെ അഭിഷേകം ചെയ്തു. എലീശ എന്തിനാ ഓടിയത്? ഏലിയാവിനോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, അനേക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇന്ന സ്ഥാനത്ത് പോയി ഇന്ന കാര്യം ചെയ്യണം, അന്ന് ചെയ്യണം. അപ്പോൾ പറയാം, ഞാൻ നിനക്ക് വേണ്ടി ദൈവമേ പോലെ ഞാൻ നിനക്ക് വേണ്ടി വളരെയേറെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. ഫസ്റ്റ് തിങ് ആൻഡ് ഇൻ്റർവ്യൂ. പിന്നെയും പറയുന്നത് ഞാൻ വളരെ ശുഷ്കാന്തി ചെയ്തു. സ്വയം ഞാൻ ഏതവസ്ഥയിലും ഏത് പ്രായത്തിലും ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുമ്പോൾ ദൈവം അതിൻ്റെതായ അനുഗ്രഹങ്ങൾ നമുക്കുള്ളതാണ്. അപ്പോൾ ദൈവത്തോട് പറയണം, സ്വയം അത് പറയുകയാണ്, എനിക്ക് വയ്യ, ഞാൻ ഒത്തിരി ശുഷ്കാന്തിച്ചു. ഉടനെ ഒരു കാര്യം ചെയ്ത് ശുഷ്കാന്തിച്ചു. ഈ എലീശ 2-3 പേരെ കാണിച്ചു കൊടുത്തു. പോയി എലീശയെ കാണിച്ചു കൊടുക്കുന്നു. എലീശ ഉഴുതുകൊണ്ടിരിക്കുകയാണ്. 10-40 പേരിങ്ങനെ നിറ ഉഴുകയാണ്. എലീശയുടെ അടുത്ത് എന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. എലീശ അതെല്ലാം വിട്ട് ഏലിയാവിൻ്റെ പുറകെ പോയി. ഏലിയാവ് യേശാവിനെ അഭിഷേകം പ്രവചനായി ദൈവത്തിന് മുഖത്തും അങ്ങനെ അനേകരെ നമുക്കുണ്ട്. മധ്യകാലത്ത് മറിയ കർത്താവിൻ്റെ തലവയിലേക്ക് പോയി. അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഇവിടെ ആരില്ല, ഈ കഥ ഇപ്പോൾ യേശുവിൻ്റെ യേശു ചേർത്ത്. ആ വിവരം ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് ഓടി അവർ ഓടി. ദൈവത്തിന് മഹത്വം. ദൈവം എന്ത് പറയുന്നു, ദൈവാത്മാവ് എന്ത് നമ്മുടെ ഹൃദയത്തിൽ അത് പറയുന്നു, ദൈവഭജനം എന്ത് പറയുന്നു, അത് പ്രകാരം ഓടുവാൻ നാം കൂടുതലും തയ്യാറായിരിക്കാൻ ആവശ്യമാണ്. ചുമ്പക്കാരൻ മക്കളായി ഓടി തൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൾ പ്രിയനായിരുന്നു, എനിക്ക് യേശുവിനെ എന്ന് കാണണം. അവൻ ഓടി ഒരു അത്യവൃക്ഷത്തിൻ്റെ കയറിയിരുന്നപ്പോൾ കർത്താവ് ആരിയിലേക്ക് എന്തോ അരസപ്പാടി ഇന്ന് നിന്റെ ഭവനത്തിൽ വിശ്രമിക്കേണ്ടതാണ്. ദൈവശ്രമിക്കുന്ന ആഗ്രഹം, ദൈവത്തെ കാണാൻ, ദൈവമോ അന്വേഷിപ്പാനുള്ള ആഗ്രഹം. അദ്ദേഹം അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും നിരന്തരമായി എപ്പോഴും നമ്മളെ ശത്രു പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായിട്ട് ദൈവ വഴികളിൽ ആമുഖം അന്വേഷിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മരട്ടുന്നതായ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും. എന്നൊരല്പം പോലും അല്പം തെറ്റിക്കില്ല. ചിലപ്പോൾ ശിക്ഷകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് നമ്മളെ തീർത്തുകളയാൻ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക. അല്പം വിശ്വാസം വർദ്ധിക്കുവാൻ ചില ശിക്ഷകളിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ആ സന്തോഷത്തോടെ നാം അത് സ്വീകരിക്കണം. കർത്താവേ, എന്നിൽ നിന്ന് ശിക്ഷ മാറിപ്പോകാനിടയാണ് നിന്റെ വചനത്തിൽ ധ്യാനത്തിന് സമർപ്പിക്കുന്നു. ആ ദൈവങ്ങൾ സമർപ്പിച്ചത് മുന്നോട്ട് പോകുമ്പോൾ ദൈവതെല്ലാം ക്ഷമിച്ചു. ദൈവത്തിന് മഹത്വം, സ്തോത്രം. പത്രോസും യോഹന്നാനും ഓടി. ആരുടെ വാക്ക് കേട്ടോണ്ട മന്ത്രക്കാട്ടി പറയുന്ന ശിഷ്യന്മാർക്ക് പുറത്ത് ഉയർത്തെഴുന്നേറ്റ് ഓടി. പത്രോസും യോഹന്നാനും അറിയിച്ചു. അവർ 20 ഓടി. 2 പേരും ഓടിപ്പോകുമ്പോൾ യോഹന്നാൻ പത്രോസിന് മുമ്പേ ഓടിക്കല്ലറൊക്കെ വെച്ചു. ദൈവമക്കളെ ഒന്നിച്ചോടി. ഞാനൊരു ബാലനായിരിക്കുമ്പോൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാല് കെട്ടി ഓടുന്ന ഒരു മത്സരമാണ്. ഞാൻ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-3 കുട്ടികളെ ഒന്നിച്ച് കാല് കെട്ടി ഞാനിങ്ങനെ ഓടി. അത് ഓടിപ്പോകുമ്പോൾ അവരെല്ലാം താഴെ വീഴുക. എന്നെപ്പോലെ കുതിച്ച് അയാൾക്ക് കഴിയുന്നില്ല. അങ്ങനെ ഞാൻ വേറൊരു കുട്ടി ഞങ്ങളുടെ കാല് കെട്ടി ഞങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ്. അതിന് 2-3 ക്ലാസ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ഇനി ഞങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുവാൻ പറ്റുന്നുണ്ട്. ദൈവമക്കളെ നമുക്ക് ഒന്നിച്ച് ഒരേ ആത്മാവ്, ഏകഭാവത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നാം ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ കണ്ടിടയാക്കിയിരുന്നു. പലര് ഓടും, ചിലർ പിന്തിരിഞ്ഞു പോകും, ചിലർ വീഴും. അവരെ താങ്ങി പിടിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പുറത്തെ കുറവുള്ളവർ മുന്നേറ്റം അല്ലെങ്കിൽ വലിച്ചെടുത്തുകൊണ്ട് പോകാം, അത് പറ്റത്തില്ല. ഓടുമ്പോൾ വളരെ യോജിപ്പോടും ആ രീതിയിൽ കൂടെ ഓടുമ്പോൾ ആ ലക്ഷ്യത്തിലെത്തുവാൻ പറ്റണം ഇടയാക്കിയിരുന്നു. അവസാനമായിട്ട് പൗലോസ് ഓടി ഓട്ടം നികച്ചു. പൗലോസ് പറയുകയാണ്, ഞാൻ ഓട്ടം നികച്ചു, ഇനിയും വെച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഓട്ടത്തിൽ അങ്ങനെയെല്ലാം നമ്മൾ ഓടണമെന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് നാം ഓടണം.
അത് വാക്യങ്ങളുണ്ട്. അത് പെട്ടെന്ന് ഞാനെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. യാതൊരു അമോഹങ്ങളും മാത്രമാക്കണം. യേശുവിനെ ധ്യാനിച്ചു കൊണ്ടുപോകണം. ലഭ്യാഗ്രഹം വിട്ട് ഓടണം. ഇന്ത്യയിലുള്ളത് മറന്നു ഓടണം. ദുർനടപ്പ് വിട്ട് മാറണം. വിഗ്രഹാരാധന വിട്ട് ഓടണം. നിശ്ചയത്തോടെ ഓടണം. ദൈവത്തിന് മഹത്വം. ആ ഭാഗങ്ങൾ റെഫറൻസ് ഉണ്ട്. പക്ഷേ ആ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ അറിയാൻ വേണ്ടി ഞാൻ അത് പറയുക. അങ്ങനെ ട്രാക്ക് തെറ്റി ഓടിയാൽ പരാജയം, അപകടം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അയാൾ പൂർണ്ണ സ്ഥിരതയോടെ നമുക്ക് കൂടുവാൻ ദിവസങ്ങൾ ഇടയാകട്ടെ. യേശുവിനെ ധ്യാനിച്ചുകൊണ്ടും യേശുവിനെ നോക്കി സ്ഥിരതയോടെ ഭാരം വിട്ട് പാപം വിട്ട് നമ്മൾ ഓടണം. നമ്മുടെ ഭാരം കൊണ്ടിരുന്നോറും ചുമക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഓട്ടത്തിൽ അവസാനം ജീവകിരീടം 5 വിധത്തിലുള്ള കിരീടങ്ങൾ ദൈവത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ഏതൊക്കെയാണ് 5 കിരീടങ്ങൾ? ജീവന്റെ കിരീടം, വാടാത്ത കിരീടം, നീതിയുടെ കിരീടം, പ്രശംസാ കിരീടം, പിന്നെ തേജസ്സിന്റെ കിരീടം. അപ്പോൾ ദൈവത്തിന് മഹത്വം, സ്തോത്രം. ആട്ടിൻകൂട്ടത്തെ മാതൃകയായിരിക്കണം ആര്? അവർക്കെന്താണ് ലഭിക്കുന്നത്? ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നവർക്ക് എന്താണ് കിട്ടുന്നത്? തേജസ്സിന്. ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നവർക്ക് അവരെ നേരോടെ നടത്തുന്നവർക്ക് എന്ത് കിട്ടും? തേജസ്സിൻ്റെ കിരീടം. തേജസ്സിൻ്റെ കിരീടം അവർക്കും പാർന്നിട്ടൊന്നും ഇടയായിത്തീരുന്നു. സ്തോത്രം. പിന്നെ 5 കിരീടങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞില്ല, വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, നീതിയുടെ കിരീടം, നീതിയുടെ കിരീടം, തേജസ്സിൻ്റെ കിരീടം. അപ്പോൾ വാടാത്ത കിരീടങ്ങൾ പ്രാപിക്കാൻ പറ്റുന്ന നമുക്ക് മുന്നോട്ടുള്ളത്. ആ വാടാത്ത കിരീടം ലഭിക്കുന്നത് വർജനം. ഇത് വളരെ സത്യത്തോടെ നമുക്ക് കേൾക്കണം. വാടാത്ത കിരീടം ലഭിക്കുന്നത് വർജനം ആചരിക്കുന്നവർക്ക് വിടേണ്ടതിനെ നമ്മൾ വിട്ട് പോകണം. പ്രശംസാ കിരീടം മാത്രമാണ് ലഭിക്കുന്നത് ആത്മാക്കളെ നേടുന്നവർക്ക്. 1 തെസ്സലോനിക്കർ 2:9 ഫസ്റ്റ് ചാപ്റ്റർ 2:9 വാടാത്ത കിരീടം 1 Corinthians 9:25 പറയുന്നത്. നീതിയുടെ കിരീടമാർക്കാണ് ലഭിക്കുന്നത്. കർത്താവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവർ ജീവന്റെ കിരീടം ലഭിക്കുന്നത്. 2 Timothy chapter 4:8 വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ആവശ്യമാണ്. പിന്നെ പരീക്ഷ സഹിക്കുന്നവർക്ക് ജെയിംസ് 1:12 ജീവന്റെ കിരീടം. തേജസ്സിന്റെ കിരീടം ഞാൻ പറഞ്ഞല്ലോ. 1 Corinthians 5:4 തേജസ്സിന്റെ കിരീടം. ദൈവമേ, ആ കിരീടങ്ങൾ നാം ഓരോരുത്തരും ആ കിരീടങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. കാരണം വളരെ സ്ഥിരതയോടെ നമുക്കോടാണ് ഇവിടെ പറയട്ടെ. ഞാൻ പറയുന്നല്ലോ, ചില ബാലശിക്ഷകളൊക്കെ നമ്മൾ വരും. നമ്മളതിൽ പിന്മാറി ഒരിക്കലും പോകരുത്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, നീതിച്ച് പോകാതിരിക്കാൻ, സ്വയം നീതിയിൽ പ്രശംസിക്കാതിരിക്കാൻ പറ്റണം. സ്ഥിരതയോടെ ഓടേണ്ടത് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ കിരീടം നീതിപ്പാൻ പറ്റണം ഇടയാക്കിയിട്ടുള്ളൂ. അബ്രഹാം വിശ്വാസം വർദ്ധിക്കുവാൻ പറ്റുന്ന ചില പരീക്ഷകളെ നേരിടേണ്ടി വന്നു. പിന്നെ ജോബിനെ സ്വയം നീതിയിൽ പ്രശംസിച്ചു. ആ സ്വയം നീതിയിൽ പ്രശംസിച്ചുകൊണ്ട് ചില പരീക്ഷകളിൽ കൂടെ കടന്നു പോകാൻ പറ്റുന്ന ഓളിനെ നിഗളിച്ചു പോയപ്പോൾ ജഡത്തിലൊരു അപ്പോൾ ചെറിയ ശിക്ഷ, ബാലശിക്ഷ അത് ഒരിക്കലും നിരസിക്കരുത്. സ്തോത്രം. നമ്മുടെ വെളിച്ചം ഓരോ ഭൂമിക്ക് ആഹ്ലാദകരമായിരിക്കുന്ന സൂര്യൻ്റെ വെളിച്ചം പോലെ ഒരു കാര്യങ്ങൾ പറയുന്നത്. സൂര്യൻ്റെ വെളിച്ചം പോലെ ഭൂമിക്ക് ആഹ്ലാദകരമായിരിക്കുന്ന നിമിത്തമില്ല. നമ്മുടെ ഓട്ടത്തിനായി അരികെട്ടി ഓട്ടക്കാരനെ പോകില്ല. സൂര്യൻ കൃത്യമായ ഉയരത്തിൽ തന്നെ പ്രവണപഥത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ ഓട്ടക്കാരനെ പോലെ കൃത്യനിഷ്ഠ പാലിക്കുന്നവനാണ് ആ സൂര്യൻ. അങ്ങോട്ട് ഇങ്ങോട്ടും മാറ്റമില്ല. സ്വഭാവപ്രശ്നയിൽ 1:5 പറയുന്നത് ഈ സൂര്യപ്രകാശം കിട്ടുന്ന വെളിച്ചങ്ങളുടെ പിതാവിനാണ്. യാക്കോബിന്റെ 1-ാം ബലകമാറ്റത്തിൽ പറയുന്നത് സകല ജീവിതാളുകൾക്ക് സൂര്യൻ്റെ ചൂടും വെളിച്ചവും ആവശ്യമാണ്. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുടെ വെളിച്ചം എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതുപോലെ സുവിശേഷവും പ്രയോജനപ്പെടുന്നതാണ് ദൈവഹിതം. കാരണം സർവനിശ്ചയും പ്രകാശിക്കും സത്യ വെളിച്ചം ക്രിസ്തുവാകുന്ന സ്തോത്രം. നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന ആത്മീയസത്യം വെളിച്ചം നമ്മുടെ മധ്യം മുഴുവൻ എത്രയോ അനുഗ്രഹമാണ്. സൂര്യൻ മണവാളന് തുല്യമാണ്. സർവ്വോലങ്കാരത്തോടെ മണവാളൻ വരുന്നതുപോലെ നമ്മുടെ കർത്താവ് ആ ഉദയ സൂര്യൻ നമ്മുടെ മധ്യം
എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ദൈവത്തിന് മഹത്വം. ഏത് മനുഷ്യൻ പ്രവാസി ശക്തികളെക്കുറിച്ചും ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു നേരത്തെ തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓട്ടം ശ്രമിക്കാം. പാടാത്ത ഗിരിയിലുണ്ട്, പേസിൻ്റെ ഗിരിയിലുണ്ട്, ഇതൊക്കെയും അത് ജീവൻ്റെ ഗിരിയൊക്കെയും പ്രാരംഭമാണ്. ആ ഗിരിയും തെരഞ്ഞെടുപ്പോ ഉറപ്പാക്കി രാത്രിയിലേക്ക് നമുക്ക് ഓടാം.